ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ. ഞാൻ പാക്കം ഇടവകയിലാണ്. വയനാട് ജില്ലയിലെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിൽ ഒട്ടേറെ പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും ഭക്തിയും എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരാളാണ്. അതിനായി എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ഭർത്താവും 2 മക്കളുമുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാറുള്ള ഒരാളായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ വളരെയധികം ഉത്സാഹം കാട്ടിയിരുന്നു. അങ്ങനെ എൻ്റെ പപ്പയ്ക്ക് ഒരു അസുഖം വന്നു. ആ അസുഖം വളരെ വേദന നൽകുന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മേ, എൻ്റെ പപ്പയ്ക്ക് ആ വേദനകളെല്ലാം ഒന്ന് കുറച്ച് കൊടുക്കണമേ എന്ന്. ആ പ്രാർത്ഥനയെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ കേട്ടുകൊണ്ട് എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരുന്നു. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ പരിശുദ്ധ അമ്മയോട്. മാതാവിൻ്റെ ആ നയനങ്ങൾ എപ്പോഴും എന്നോട് കാരുണ്യത്തോടെ നോക്കുന്നതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ കൈകൾ എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നിൻ്റെ വേദനകളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു മകളെ എന്ന് പറയുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പപ്പയ്ക്ക് വേദനകളെല്ലാം കുറിച്ച് കൊടുക്കാനും എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം അസുഖം വരുമ്പോഴും എനിക്ക് അസുഖം വരുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കൾ ഓരോ ആവശ്യങ്ങളായി എൻ്റെ അടുത്ത് വരുമ്പോഴും അവരുടെ കൊച്ചു കൊച്ചു വേദനകൾ പറയുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അവരുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വളരെ ഭക്തിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ വളരെ ഭക്തിയിലായിരുന്നു എന്നെ വളർത്തിയത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു പോലീസുകാരനായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ കുറച്ച് സാധ്യത കുറവാണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. കാരണം ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതൊരു നിർഭാഗ്യമായി എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, എനിക്ക് ഒരു കുഞ്ഞിനെ തരണം, ഒരു മകളെ തന്നെ തരണം, നിൻ്റെ പേര് ഞാനിടും എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ട് തന്നെ ഞാൻ ഗർഭിണിയാവുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞ് എനിക്ക് വരികയും ചെയ്തു. അപ്പോൾ അവളെ മാതാവിൻ്റെ പേര് നൽകി ഞാൻ അവൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ തന്നെയാണ് വളർന്നു വരുന്നത്. എൻ്റെ മകനും അതേപോലെ തന്നെയാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് എൻ്റെ മകനും എനിക്ക് ജനിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം എപ്പോഴും എൻ്റെ കുടുംബത്തിന് തലോടിക്കൊണ്ടേയിരുന്നു. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ, എന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ, എന്നും ഓർക്കേണമേ ഞങ്ങളെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാതാവ് പെയ്തിറങ്ങിയത് ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ ദുഃഖത്തിൻ്റെ കണ്ണീർ കടലിൽ ആണ്ടുപോയി
ഇരുട്ടിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരുന്നു. അന്ന് 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ വെളിച്ചം വീശിയ ആ ഒരു അനുഗ്രഹം ഉണ്ടായത്. അന്ന് എൻ്റെ മകന് 3 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ സുഖമില്ലാത്ത ചേച്ചിയെ സന്ദർശിക്കുവാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് വന്നതായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഹസ്ബൻഡ് പോലീസിലായതുകൊണ്ട് ഞങ്ങളവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അങ്ങനെ ഞങ്ങളുടെ ചേച്ചിയെ കാണാനായി ഞങ്ങൾ വയനാട്ടിലെത്തി, ചേച്ചിയുടെ വീട്ടിലെത്തി. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചേച്ചിയെ കണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മകൻ സോഫ സെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനിങ്ങനെ ചാടി കളിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാം ചേച്ചിയോട് സംസാരിക്കുകയും ഇവനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഒരു ചില്ലിട്ട ഒരു ടീപ്പോയും ഉണ്ടായിരുന്നു. സെറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന മകൻ പെട്ടെന്നാണ് ചില്ല് പാകിയ ആ ടീപ്പോയിലേക്ക് എടുത്തു ചാടിയതും അവൻ്റെ മുഖം നിറയെ ചോരയിൽ കുതിർന്ന് അവൻ നിലത്ത് വീഴുകയും ചെയ്തു. ചില്ലുകൾ തറച്ച എൻ്റെ പൊന്നുമോൻ്റെ മുഖം ആകെ രക്തം പുരണ്ട് വികൃതമായി കണ്ട ഞാൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവിടെ എനിക്ക് ആകെ ആശ്രയമുണ്ടായിരുന്നത് എൻ്റെ മാതാവായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് അലറിക്കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, എൻ്റെ മകനെ ജീവൻ നൽകി അവനൊരാപത്തും വരാതെ നീ കാത്തുരക്ഷിക്കണേ. നിൻ്റെ കൈകളിൽ അവനെ നീ തലോടിക്കൊണ്ടേയിരിക്കണേ എന്ന് ഞാൻ അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ എത്തുകയും എൻ്റെ മകനെ തലോടുകയും ചെയ്തു. 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ആശുപത്രിയിലെത്തുകയും എൻ്റെ മകൻ്റെ മുഖത്ത് മുഴുവനും തറച്ച ചില്ലുകൾ ഡോക്ടർമാരെടുക്കുകയും ചെയ്തു. പക്ഷേ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു. ഞാൻ ഉറക്കെ കരഞ്ഞു, പരിശുദ്ധ അമ്മേ, എൻ്റെ മകന് ജീവൻ നൽകി അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകി നീ അനുഗ്രഹിക്കണം. ഇല്ലെങ്കിൽ ഞാനുണ്ടാവുകയില്ല. നമ്മുടെ മക്കളാണല്ലോ നമ്മുടെ ജീവൻ. ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കുടുംബം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാർ അവനെ വിദഗ്ധ ചികിത്സ നൽകിയപ്പോഴാണ് മനസ്സിലായത് അവന് യാതൊരു കുഴപ്പവുമില്ല. അവൻ്റെ കണ്ണുകൾക്ക് അവർ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, നിങ്ങളെ ദൈവം തൊട്ട നിമിഷമാണിത്. കാരണം അവൻ്റെ കണ്ണിന് ചുറ്റും ചില്ലുകൾ തറച്ചു കയറിയെങ്കിലും ആ കൃഷ്ണമണിക്ക് ഒരു കേടുപാട് പോലും വരാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം അവനെ കൈക്കുമ്പിളിൽ കാത്തിരുന്നു എന്നുള്ള ആ വലിയ സത്യം ഞങ്ങൾ അറിയുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. എൻ്റെ മകൻ ഇന്നും അവൻ പാഠങ്ങൾ വായിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും എന്നെ നോക്കുമ്പോഴും എപ്പോഴും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മുഖമാണ്. മാതാവിൻ്റെ ചൈതന്യം തുളുമ്പുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ എപ്പോഴും നോക്കി പറയാറുണ്ട്, എൻ്റെ മകന് മാതാവ് നൽകിയ കണ്ണുകളാണിത്. അവൻ അന്ധനായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്ധതയായിരിക്കും എന്നെനിക്കറിയാമായിരുന്നു. എൻ്റെ മകൻ ഇപ്പോൾ 15 വയസ്സായി. അവനിപ്പോൾ പാഠങ്ങൾ വായിക്കുമ്പോഴും പൂക്കളെ നോക്കി ചിരിക്കുമ്പോഴും ഞാൻ മനസ്സിലെപ്പോഴും നന്ദിയുള്ളവളായിരിക്കും. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത്, ആ പരമകാരുണികനായ ദൈവത്തെ ഓർത്ത്, ആ പ്രിയപുത്രനെ നൽകിയ പരിശുദ്ധ അമ്മയെ ഓർത്ത് ഞാൻ എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ അനുഗ്രഹദായകമായ വർഷങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞു പോയത്. ഞങ്ങൾക്ക് ഒരു വീട് ലഭിക്കുവാൻ വേണ്ടി ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിനോട്. പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾക്ക് ഒരു മനോഹരമായ വീട് നൽകുവാനും അങ്ങനെ എൻ്റെ മക്കളെ ലഭിക്കുവാനും എല്ലാം പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് സഹായമായത്. നിരന്തരവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. പരിശുദ്ധ അമ്മയുടെ സ്നേഹവും കരുണയും എപ്പോഴും എൻ്റെ കുടുംബത്തെ തലോടിക്കൊണ്ടേയിരുന്നു. ആ ഒരു സംഭവമാണ്
എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഡെങ്കിപ്പനി വന്ന് വളരെ കൂടുതലായി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, ഒന്ന് മാറി സൗഖ്യം നൽകണമേ എന്ന്. ഓരോ ദിവസം ചെല്ലുന്തോറും അസുഖം കൂടിക്കൊണ്ട് വന്നു. ഞങ്ങളെല്ലാവരും കണ്ണീരോടെ നിരന്തരമായി കൊന്ത ചൊല്ലി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, 2 ആഴ്ചയ്ക്ക് ശേഷം പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയും ഞങ്ങൾ മുട്ടുകുത്തി മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയുകയും ഞങ്ങളുടെ പള്ളിയിൽ മുട്ടുകുത്തി ഞങ്ങൾ നേർച്ച നൽകുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ കാരുണ്യവും സ്നേഹവും എന്നും ഞങ്ങളുടെ തലോടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹ പൂമഴയായി എന്നും മാതാവ് അവളുടെ കാരുണ്യമൂറുന്ന കണ്ണുകൾ തിരിച്ചുകൊണ്ടേയിരുന്നു. ഒരു ജോലി ലഭിക്കുന്നതിനായി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ ഈശോയോട്. അപ്പോൾ വളരെ കാലം ഞാൻ BEd കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വളരെ തുച്ഛമായ ശമ്പളത്തിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മളെ കൈവിടില്ല, നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും എൻ്റെ മുമ്പിലുള്ള കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടിയും ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. നല്ല നല്ല മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നാടിൻ്റെ നല്ല മക്കളായി ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമെന്നുമൊക്കെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ അനുഗ്രഹത്താലും എനിക്ക് ഒരു നല്ല ജോലി, ഒരു അധ്യാപികയായി കോഴിക്കോട് രൂപതയിൽ തന്നെ ജോലി ലഭിക്കുവാൻ അനുഗ്രഹം എനിക്ക് മാതാവ് വഴിയാണ് ലഭിച്ചത്. അതെന്നും നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ മാതാവിന് നന്ദിയുള്ളവളായിരിക്കും. മഹിതകളിൽ മാണിക്യം നീ, സ്തുതികൾക്ക് യോഗ്യയും നീ, മഹിതകളിൽ മാണിക്യം നീ, സ്തുതികൾക്ക് യോഗ്യയും നീ, നിൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ, ഞങ്ങളെ പരിപാലിച്ചിടേണമേ. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ കരങ്ങൾ എപ്പോഴും എന്നെ സ്പർശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഞങ്ങൾ കോഴിക്കോടേക്ക് യാത്ര പോകുമ്പോൾ ഞങ്ങളുടെ കാറിൽ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെപ്പോഴും മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുക. അങ്ങനെ എനിക്കപ്പോഴേ എന്തോ ഒരു മനസ്സിൽ ഒരു ഭയമുണ്ടായിരുന്നു, എന്തോ ഒരു ആക്സിഡൻറ്റ് നടക്കുമെന്നോ ഒക്കെ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ഒരു കലങ്കിലേക്ക് ഞങ്ങളുടെ കാറ് തെന്നി മാറിയത്. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ മക്കൾക്കോ എനിക്കോ എൻ്റെ ഭർത്താവിനോ ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. ആ ഒരു സ്നേഹത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ ഓർക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ കുടുംബം നന്ദിയുള്ളവരായിരിക്കും. പരിശുദ്ധ അമ്മയോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ, കൊന്തുചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും മാതാവ് നമ്മളെ കൈവിടുകയില്ല. ആ ഒരു സ്നേഹം എപ്പോഴും അനന്തമായി ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടായിരിക്കും. പ്രപഞ്ച രഹസ്യത്തിൻ്റെ അഗാധമായ ആഴങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴെല്ലാം ദൈവസ്നേഹത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ പരമമായ സ്നേഹത്തിൻ്റെ അനന്തമായ കരങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടവക സെൻറ്റ് ആൻ്റണീസ് ചർച്ച് പാക്കം. ഇവിടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഇടവക വികാരി ജെയ്സൺ അച്ഛൻ്റെ എല്ലാവിധ സഹകരണത്തോടും കൂടെ ഞങ്ങൾ ഇടവക ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബത്തോടൊത്ത് ഇവിടെ വന്ന് വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിച്ച് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ
ഒരു കാര്യവും സാധിക്കാതെ വരികയില്ല. മനസ്സാക്ഷിയിൽ യാതൊരു കളങ്കവുമില്ലാതെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ഒന്നാമതായി ചെയ്യേണ്ടത് അതാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നിരന്തരമായ ജപമാല. രാവിലെ എണീച്ച് ഞാൻ എപ്പോഴും കുരിശ് വരച്ചുകൊണ്ടാണ് എൻ്റെ പ്രഭാതങ്ങൾ ആരംഭിക്കാറ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒരു കൊന്ത ചൊല്ലിയതിന് ശേഷമാണ് എൻ്റെ പ്രഭാത കർമ്മങ്ങൾ ആരംഭിക്കാറ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഞങ്ങൾ കുടുംബം എല്ലാം ഒത്തുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ യാചനാ പ്രാർത്ഥനകളുമായി കൊന്ത ചൊല്ലി ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്കെൻ്റെ കുടുംബം. ഇന്നും ഞങ്ങളെ കാലിടറാതെ ഞങ്ങളുടെ മുമ്പിൽ വഴികാട്ടിയായി പരിശുദ്ധ അമ്മ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ഉള്ളുറിഞ്ഞ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാതാവ് ഒരിക്കലും നമ്മുടെ കൈകൾ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. സ്വർഗരാജ്യത്ത് മാതാവ് നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകൾ, അർത്ഥനകൾ അവയെ പൂക്കളെ പോലെ സ്വീകരിച്ചുകൊണ്ട് അവയ്ക്ക് വെള്ളവും വളവും നൽകി ഊർജവും നൽകി നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ ത്യാഗങ്ങളെ, നമ്മുടെ വേദനകളെ പൂക്കളെപ്പോലെ മൃദുലമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സൗരഭ്യം പടർത്തുന്ന വിടരുന്ന താമരകൾ പോലെ, വിടരുന്ന പൂക്കൾ പോലെ സ്വർഗീയ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലും അനുഭവവേദ്യമാക്കുകയാണ് പരിശുദ്ധ അമ്മ. അതിനായി ഒരു ക്രിസ്ത്യാനിയെപ്പോലെ ജീവിക്കുക എന്നുള്ളതാണ് പരമമായ ധർമ്മം. അതിനായി വചനമനുസരിച്ചുള്ള നമ്മുടെ ജീവിതവും പ്രാർത്ഥനകളും നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും സ്നേഹവും നമ്മുടെ നന്മ പ്രവൃത്തികളുമാണ് മാതാവിൻ്റെ അരികിലെത്താനുള്ള ഏറ്റവും ഉചിതമായ മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയും മറ്റുള്ളവരോടുള്ള സ്നേഹവും നമ്മളെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കാരണമാകും. ആരോടും വെറുപ്പില്ലാതെ, ശത്രുതയില്ലാതെ പരസ്പരം സ്നേഹിച്ച് ക്ഷമിച്ച് നമുക്ക് സ്വർഗീയ സൗഭാഗ്യങ്ങളെ കരവരയിലെത്തിയൊതുക്കാം. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയാ നിൻ പാദപൂജ മലരുകളാക്കി തീർക്കേണമേ ഞങ്ങളെ എന്നും ഓർക്കേണമേ ഞങ്ങളെ. മഹിതകളിൽ മാണിക്യം നീ സ്തുതികൾക്ക് യോഗ്യയും നീ മഹിതകളിൽ മാണിക്യം നീ സ്തുതികൾക്ക് യോഗ്യയും നീ നിൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ ഞങ്ങളെ പരിപാലിച്ചിടേണമേ. കന്യാമറിയമേ കനിവിൻ കടലേ കൈകൂപ്പുന്നടിയാ നിൻ പാദപൂജ മലരുകളാക്കി
തീർക്കേണമേ ഞങ്ങളെ, എന്നും ഓർക്കേണമേ ഞങ്ങളെ. വിണ്ണിൻ വിളക്കായി നീ മണ്ണിൽ വിളങ്ങേണമെന്നും, വിണ്ണിൻ വിളക്കായി നീ മണ്ണിൽ വിളങ്ങേണമെന്നും, നിൻ മഹനീയ സ്നേഹത്തിൻ മടിത്തട്ടിലെന്നും പരിപാലിച്ചിടേണമേ ഞങ്ങളെ, പരിപാലിച്ചിടേണമേ.